ഹലോ എവരിവൺ. നമ്മൾ എല്ലാവരും കാത്തിരുന്ന കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റിൽ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 431/2023 ആണ്. നെയിം ഓഫ് ഫോം കേരള വാട്ടർ അതോറിറ്റി, നെയിം ഓഫ് പോസ്റ്റ് ലാബ് അസിസ്റ്റന്റ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 25,800 മുതൽ 59,300 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് കറന്റ്ലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 21 അത് കൂടി. എക്സാം ഡേറ്റ് 13/7/2024. ഇനി കൺഫർമേഷൻ, നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാൻ പറ്റുന്നത് 22/4/2024 മുതൽ 11/5/2024 വരെയാണ്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ 22-ന് തന്നെ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 2,62,324 ഇനി നമുക്ക് ഈ ഒരു എക്സാമിന്റെ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ 2 പാർട്ടായിട്ടാണ്. ആദ്യത്തെ പാർട്ട് MLT ആണ്, അതിൽ 50 മാർക്കാണ്. അപ്പൊ അതിന്റെ നമുക്ക് ഓരോ സെക്ഷനിൽ നിന്നുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൊഡ്യൂൾ 1ൽ നിന്ന് 10 മാർക്കാണ്. മൊഡ്യൂൾ 1ൽ വരുന്നതാണ് ബേസിക് ലബോറട്ടറി ടെക്നിക്സ്. ഇനി മൊഡ്യൂൾ 2 വരുന്നത് 13 മാർക്കാണ്. അതില് ബ്ലഡ് ആൻഡ് ഫ്ലമറ്റോബി ആണ് ടോപ്പിക്ക് വരുന്നത്. 10 മാർക്കാണ്. അതിൽ നിന്ന് പിന്നെ അതിന്റെ സബ് ടോപ്പിക്സ് വരുന്ന ഹെമറ്റോളജി വരുന്നുണ്ട്, ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി വരുന്നുണ്ട്, ട്രാൻസ്ഫ്യൂഷൻ ഫ്ലബറ്റോമി വരുന്നുണ്ട്. ഇനി മൊഡ്യൂൾ 3ൽ നിന്ന് 15 മാർക്കാണ്. അതിൽ ക്ലിനിക്കൽ പാത്തോളജി എന്ന ടോപ്പിക്കിൽ നിന്ന് 5 മാർക്കും ബയോ കെമിസ്ട്രിയിൽ നിന്ന് 10 മാർക്കും. ഈ ബയോ കെമിസ്ട്രിയിൽ തന്നെ വരുന്നതാണ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഉണ്ട്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ട്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ട്. പിന്നെ അതർ പാരാമീറ്റേഴ്സ് ഓഫ് ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ്, ഓട്ടോമേഷൻ ഇൻ ബയോ കെമിസ്ട്രി. ഇത്രയാണ് മൊഡ്യൂൾ 3ൽ ബയോ കെമിസ്ട്രി രണ്ടറിൽ വരുന്ന ടോപ്പിക്സ്. ഇനി മൊഡ്യൂൾ 4ൽ നിന്ന് 12 മാർക്കാണ്. ഇതിൽ മൈക്രോബയോളജി എന്ന സെക്ഷനിൽ നിന്ന് 5 മാർക്കാണ് വരുന്നത്. മൈക്രോബയോളജിയിൽ തന്നെ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് വരുന്നുണ്ട്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയാസ് വരുന്നുണ്ട്. ദെൻ പാരസൈറ്റോളജിയിൽ നിന്ന് 2 മാർക്കാണ്. അതിൽ ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് മലേറിയ ഉണ്ട്, ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് ഫിലേറിയാസിസ് ഉണ്ട്, ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോ ടെക്നോളജി. അതിൽ നിന്ന് 5 മാർക്കാണ് ആ ടോപ്പിക്കിൽ നിന്നുള്ളത്. ദെൻ രണ്ടാമത്തെ പാർട്ട് വരുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ നിന്ന് 15 മാർക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ആണ് വരുന്നത്. അതിൽ ഫിസിക്സിൽ നിന്ന് 15 മാർക്കാണ്. ഫിസിക്സിൽ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് 4 മാർക്ക്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന മൊഡ്യൂളിൽ നിന്ന് 4 മാർക്കാണ്. ദെൻ കൈനമാറ്റിക്സ്. ഈ 4 മാർക്ക് എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ 1ലുള്ള ഡിഫറെന്റ് ടോപ്പിക്സ് വരുന്നതാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഉണ്ട്, കൈനമാറ്റിക്സ് അതായത് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ ആൻഡ് പ്ലെയിൻ ഉണ്ട്, ദെൻ ലോസ് ഓഫ് മോഷൻ ആൻഡ് വർക്ക് എനർജി പവർ ഉണ്ട്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ ഉണ്ട്. ഇനി മൊഡ്യൂൾ 2ൽ നിന്നും 3 മാർക്കാണ്. അതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഓസിലേഷൻ ആൻഡ് വേവ്സ്. ഇനി മൊഡ്യൂൾ 3 4 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. അതിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്, ഇലക്ട്രോ ഡൈനാമിക്സ്, കറന്റ് ഇലക്ട്രിസിറ്റി, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇനി മൊഡ്യൂൾ 4ൽ നിന്ന് 4 മാർക്കാണ്. അത് റേ ആൻഡ് വേവ് ഒപ്റ്റിക്സ് ഉണ്ട്. ദെൻ മോഡേൺ ഫിസിക്സിൽ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ, ദെൻ സെമി കണ്ടക്ടർ ഫിസിക്സ്. പാർട്ട് 3 എന്ന് പറയുന്ന കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിൽ നിന്ന് 14 മാർക്കാണ്. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ ഫിസിക്കൽ കെമിസ്ട്രി ആണ്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് 4 മാർക്ക്. രണ്ടാമത്തെ മൊഡ്യൂൾ ഇൻഓർഗാനിക് കെമിസ്ട്രി ആണ്. അതിൽ നിന്ന് 5 മാർക്കാണ്. ദെൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും 5 മാർക്കാണ്. ഇനി പാർട്ട് 4 എന്ന് പറയുന്ന ബോട്ടണി ആണ്. ബോട്ടണിയിൽ നിന്ന് 7 മാർക്കാണ് വരുന്നത്. അതിൽ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് 1 മാർക്ക്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സെല്ലാണ്, സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് 2 മാർക്കാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ റീപ്രൊഡക്ഷൻ ആണ്. അതിൽ നമുക്ക് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ ആണ്. ആ ഒരു മൊഡ്യൂളിൽ നിന്ന് 1 മാർക്കാണ്. അതിൽ നമുക്കുള്ളത് സ്ട്രാറ്റജീസ് ഫോർ ദ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ആണ്. ഇനി ബയോളജിയിലെ നാലാമത്തെ മൊഡ്യൂൾ വരുന്നത് ബയോടെക്നോളജി ആണ്. ബയോടെക്നോളജിയിൽ നിന്ന് 2 മാർക്കാണ്. അതിൽ നമുക്ക് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസും ഉണ്ട്, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസും ഉണ്ട്. ഇനി 5ാമത്തെ മൊഡ്യൂൾ വരുന്ന ഇക്കോളജി ആണ്. ഇക്കോളജിയിൽ നിന്ന് 1 മാർക്കാണ്. അതിൽ തന്നെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ഉണ്ട്, ഇക്കോ സിസ്റ്റം ഉണ്ട്, എൻവിറോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട്.
ഇനി അഞ്ചാമത്തെ പാർട്ട് സുവോളജിയാണ്. സുവോളജിയിൽ നിന്ന് 7 മാർക്കാണ്. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹ്യൂമൻ ഫിസിയോളജിയാണ്. ഹ്യൂമൻ ഫിസിയോളജിയിൽ നിന്ന് 3 മാർക്ക്. അതിൽ വരുന്ന കണ്ടന്റ്സ് എന്ന് പറയുന്നത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഉണ്ട്, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഉണ്ട്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ഉണ്ട്, എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ, ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ ജെനറ്റിക്സ് ആണ്. ജെനറ്റിക്സിൽ നിന്ന് 2 മാർക്കാണ്. അതിൽ ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷൻ ഉണ്ട്, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ ആണ്. അതിൽ നിന്ന് 1 മാർക്കാണ്. അതിൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് ഉണ്ട്. അടുത്തത് അനിമൽ കിങ്ഡം ആണ്. അനിമൽ കിങ്ഡത്തിൽ നിന്ന് 1 മാർക്കാണ്. ഇനി ആറാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ നിന്ന് ടോട്ടൽ 7 മാർക്കാണ്. 7 മാർക്കും 10 ടോപ്പിക്കുമാണ് ഉള്ളത്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെറ്റ് ആണ്. പിന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഉണ്ട്. ദെൻ ഫാക്ടോറിയൽ ഓഫ് നമ്പർ, പ്രോഗ്രഷൻ, ട്രിഗണോമെട്രി, കോണിക്, വെക്റ്റർ, ഡെറിവേറ്റീവ്, സ്ട്രേറ്റ് ലൈൻസ്. ഇത്രയും ടോപ്പിക്സ് ആണ് മാത്തമാറ്റിക്സിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പം ഈ ഒരു പോസ്റ്റിനെ പറ്റി കൂടുതൽ ഇതിന്റെ ഒഴിവുകള്, സാധ്യതകൾ, എങ്ങനെ ഉയർന്ന റാങ്ക് സ്വന്തമാക്കാം, ഇതിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ടെക് PSC ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ വെബിനാർ 24/4/2024 ഏപ്രിൽ 24-നാണ് ആ ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു വെബിനാറിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യും. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെബിനാറിന്റെ സമയവും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യും. ഇനി നമ്മൾ ടെക് PSC ലാബ് അസിസ്റ്റന്റ്, കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് തരും. പാരലൈറ്റ് ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടായിരിക്കും. ലൈവ് കൂടുതലും രാത്രി സമയങ്ങളിലായിരിക്കും നമ്മൾ ലൈവ് കൊടുക്കുന്നത്. പിന്നെ അതാത് ടോപ്പിക്കിന്റെ താഴെ നിങ്ങൾക്ക് നോട്ട്സ് PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫുൾ സിലബസ് ബേസ് ചെയ്ത് നമ്മൾ 20 മോഡൽ എക്സാംസ് തരും. അതുകൂടാതെ 5000-ഓളം ടോപ്പിക് വൈസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യും. ഓരോ മൊഡ്യൂൾ വൈസ് ടോപ്പിക് ടെസ്റ്റും ഉണ്ടായിരിക്കും. ദെൻ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടായിരിക്കും. ഇൻഡിവിജ്വൽ ആയിട്ട് മെന്റേഴ്സിന്റെ കൂടെയും ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് കോഴ്സിന്റെ ഡീറ്റെയിൽസ്. കോഴ്സിന്റെ ആക്ച്വൽ ഫീസ് 3000 ആണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു നമ്മുടെ കൺഫർമേഷൻ വന്നതിന് ശേഷം പർച്ചേസ് ചെയ്യുന്ന ആദ്യ 200 പേർക്ക് ഇത് 1999 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. എക്സ്ക്ലൂസീവ് ഓഫറാണ്. ഫസ്റ്റ് 200 ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ടീം ഓഫ് എക്സ്പേർട്സ്, കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എന്ന കോഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഫാക്കൽറ്റീസിന്റെ ഡീറ്റെയിൽസും അവരുടെ ക്വാളിഫിക്കേഷൻസും നോക്കാം. ഫിസിക്സ് ഹാൻഡിൽ ചെയ്യുന്നത് സജീവ് സാറാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MTech in മെഷീൻ ഡിസൈൻ, BTech in Mechanical Engineering, and 11 years of teaching experience and included in more than 25 PSC main list. അടുത്തത് അരവിന്ദ് സാറിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ME in Engineering Design ആണ്. BTech Mechanical Engineering and 10 years of teaching experience included in various PSC list. ഇത് മാത്സ് ഹാൻഡിൽ ചെയ്യുന്ന രാകേഷ് ചന്ദ്ര, ക്വാളിഫിക്കേഷൻ MTech Manufacturing Engineering, BTech in Mechanical Engineering and 8 years of teaching experience included in various PSC list. Then അടുത്തത് അപർണ, MTech in Signal Processing, BTech in ECE, 6 years of teaching experience and include various PSC list. കെമിസ്ട്രി ഹാൻഡിൽ ചെയ്യുന്നത് കെവിൻ ആണ്. MTech in Polymer Technology and BTech in Polymer Technology. Then Brinda Prakash, MSc in Biochemistry and BSc in Biochemistry. And Hasni MPharm, Aromal BSc Chemistry, then PSC Chemistry Expert. Biology ഹാൻഡിൽ ചെയ്യുന്ന ഡോക്ടർ നന്ദിത പ്രദീപ് ആണ്. ക്വാളിഫിക്കേഷൻ MBBS and Diploma in Clinical Pathology. Then Shreya, PhD scholar ആണ്. Then MTech in Molecular Medicine, BTech in Biotechnology, NET qualified ആണ്. ഡോക്ടർ സ്നേഹ നായർ ആൻഡ് ഡോക്ടർ ആതിര ബി. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് MLT ടോപ്പിക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഡോക്ടർ നന്ദിത പ്രദീപ്, ക്വാളിഫിക്കേഷൻ MBBS and Diploma in Clinical Pathology. Then കെവിൻ, ശ്രേയ, ബൃന്ദ പ്രകാശ്. ഇത്രയാണ് നമ്മുടെ ടീം ഓഫ് എക്സ്പേർട്സ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ഓഫറാണ് ടെക് PSC പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം പർച്ചേസ് ചെയ്യുന്ന 200 പേർക്ക് നമ്മുടെ കോഴ്സ് വെറും 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.